പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. പിറ്റേന്ന് രാവിലെ കല്യാണമായതുകൊണ്ട് രാവിലെയുള്ള ട്രെയിനിൽ രാധുവിൻ്റെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് മിത്രയും കുഞ്ഞുണ്ടുണ്ടായിരുന്നു. ഐസക്കിൻ്റെ ഫ്രണ്ട് സേവിയറിൻ്റെ മകളുടെ മിന്നിക്കെട്ടിന് പോകാനുള്ളത് കൊണ്ട് ഡെബിയും ഐസക്കും നാളെ താലികെട്ടിന് നേരമാകുമ്പോൾ അങ്ങോട്ട് എത്താവുന്ന പ്ലാനിലാണ്. ഡെബി താഴേക്ക് ചെല്ലുമ്പോഴേക്കും അവരപ്പച്ചനോട് യാത്ര പറഞ്ഞ് പോകാൻ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. പിന്നൊട്ടും വൈകിക്കാതെ തന്നെ ഡേവിഡ് അവരെയും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ വന്നതും ഡാനിയോട് വഴക്കടിച്ച് കുഞ്ഞൂരൻ സൈഡ് സീറ്റ് കൈവശപ്പെടുത്തി അവൻ്റെ അടുത്തായി മിത്രയെ പിടിച്ചിരുത്തി. ശ്രദ്ധിക്കണം, അവിടെ എത്തിയാൽ വിളിക്കണേ. ഡേവിഡ് മിത്രയോട് പറഞ്ഞതും അവളവനെ നോക്കി അവനെ പിരിയുന്ന വിഷമത്തിൽ തലയാട്ടി. കുഞ്ഞൂട്ടാ, ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ഫുഡൊന്നും വാങ്ങി കഴിക്കരുത്. നിനക്കത് പറ്റില്ല. ബാഗിലുള്ള ഫുഡ് കഴിച്ചാൽ മതി. വെറുതെ അതൊന്നും വാങ്ങിക്കഴിച്ച് അസുഖം വരുത്തി വെക്കണ്ട. പിന്നെ ഡാനിയായിട്ട് വെറുതെ വഴക്കിനൊന്നും പോകരുത്. ഞാൻ പറയുന്നത് മനസ്സിലായ നിനക്ക്? ഡേവിഡ് കുഞ്ഞോട്ടിനോടൊരു ഓർമ്മപ്പെടുത്തലായിട്ട് പറഞ്ഞു. ഞാനായിട്ട് ഒന്നിനും പോകില്ല. വീട് എന്നുവെച്ചാലോട് പറ, വെറുതെ ഞാനായിട്ട് വഴക്കിനും വരണ്ടെന്ന്. കുഞ്ഞൂട്ടൻ മുഖം വീർപ്പിച്ച് കൈ കെട്ടിയിരുന്നു കൊണ്ട് പറഞ്ഞു. ചേട്ടായി, ഞാനല്ല, ഇവനാ ആദ്യം വഴക്കിന് വരുന്നത്. കുഞ്ഞൂട്ടൻ പറഞ്ഞത് കേട്ട് മിത്രയുടെ മറുസൈഡിൽ നിന്ന് ഡെബിയെ നോക്കി പറഞ്ഞു. ചേട്ടായി, ഡെന്നിച്ച കള്ളം പറയാം. മതി മതി, രണ്ടുപേരും നിർത്ത്. ഇനി ഇതും പറഞ്ഞ് വഴക്ക് തുടങ്ങണ്ട. രണ്ടുപേരും കൂടിയാ അവിടെത്തി വഴക്കിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഡേവിഡ് പറഞ്ഞത് കേട്ട് ഇരുവരും ശരിയെന്ന രീതിയിൽ തലയാട്ടി. എന്നാ ശരി, ട്രെയിൻ എടുക്കാനായി, ഞാൻ പോവാ. ഡേവിഡ് അവരെ നോക്കി കൈവീശി കാണിച്ചതും തിരിച്ച് അവരും അവരെ നോക്കി കൈവീശി കാണിച്ച് യാത്ര പറഞ്ഞു. നമുക്ക് റീൽസ് എടുത്താലും, തിരക്ക് കുറവല്ലേ? കുഞ്ഞൂട്ടൻ മിത്രയുടെ സൈഡ് ബാഗിൽ നിന്നും ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്ത് മിത്രയോടും ഡാനിയോടുമായി ചോദിച്ചതും ഇരുവരും സമ്മതത്തോടെ തലയാട്ടി. രാധുവിൻ്റെ നാട്ടിലെത്തുന്നവരെ റീൽസ് എടുത്ത് സെൽഫി എടുത്ത് ലുഡോ കളിച്ച് തമാശകൾ പറഞ്ഞിരുന്നും ഉറങ്ങിയും മൂവരും സമയം തള്ളി നീക്കി. മണിക്കൂറുകൾക്ക് ശേഷം ട്രെയിൻ രാധുവിൻ്റെ നാട്ടിലെ സ്റ്റേഷനിൽ വന്നതും മൂവരും ആശ്വാസത്തോടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ചേട്ടത്തി, അവർ വരില്ലേ നമ്മളെ പിക്ക് ചെയ്യാൻ? ഡാനി ബാഗ് തോളിലേക്കിട്ട് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ വല്യച്ഛൻ്റെ മോൻ ആവിയേട്ടം വരുമെന്നാണ് പറഞ്ഞത്. മിത്ര ആവിയെ ചുറ്റും നോക്കിക്കൊണ്ട് ഡാനിയോട് പറഞ്ഞു. ചേട്ടത്തി ഏതായാലും രാധു ചേച്ചി വിളിച്ച് നമ്മളോട് എത്തിയ വിവരം പറ. ഡാനി പറഞ്ഞത് കേട്ടതും മിത്ര വേഗം ഫോൺ എടുത്ത് രാധുവിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. എന്നതാ പറഞ്ഞ ചേട്ടത്തി വിളിച്ചിട്ട്? ഫോൺ വിളിച്ച് കഴിഞ്ഞതും കുഞ്ഞൂട്ടൻ മിത്രയോട് തിരക്കി. എടാ, അവർ വെളിയിൽ നിൽപ്പുണ്ട്, നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. മിത്ര വേഗം വിട്ട് അതും പറഞ്ഞ് അവരെയും കൂട്ടി വെളിയിലേക്ക് നടന്നപ്പോൾ കണ്ടു അവരെ കാത്തു നിൽക്കുന്ന രാധുവിനെയും ആവിയെയും. നല്ല ആൾക്കാരാ, 2 ദിവസം മുമ്പ് എത്താൻ പറഞ്ഞിട്ട് ഇന്നാണ് വരുന്നത്. അവരെ കണ്ടതും രാധു ഓടി വന്ന് മിത്രയെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു. സോറി ഡി, ഇന്നലെ വരാൻ പറ്റിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായോ? രാധു മിത്രയെ വിട്ട് ഡാനിയോടും കുഞ്ഞൂട്ടിനോടായി ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. രണ്ടുപേരും രാധുവിനുള്ള മറുപടി നൽകി. അപ്പോഴേക്കും മാവിയോട് ബാഗെല്ലാം കാറിലേക്ക് വെച്ചിരുന്നു. അല്ലടി, സാറപ്പച്ചനൊന്നും വന്നില്ലേ? ഐസക്കിനെയും ഡേവിയെയും കാണാഞ്ഞിട്ട് രാധു മിത്രയോട് ചോദിച്ചു. അവർക്ക് ഇന്നൊരു വിവാഹം ഉണ്ടടി, ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് അവർ അതിന് പോയേക്കുവാ. നാളെ വരും. അതെ, ബാക്കി വീട്ടിലെത്തിയിട്ട് പറയാം. ഇപ്പൊ നമുക്ക് പോകാം. ആവി കുശലം പറഞ്ഞു നിൽക്കുന്നവർ നോക്കി പറഞ്ഞു. ഏട്ടാ, നമുക്ക് കഴിച്ചിട്ട് പോകാം, എനിക്ക് വിശക്കുന്നു. രാധ ആവിയെ നോക്കി വയറ് തടവിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ വീട്ടിൽ ഉച്ചഭക്ഷണം വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ടാകും, അവിടെ നിന്ന് കഴിക്കാം. ആവി പറഞ്ഞു. അയ്യോ ഏട്ടാ, അവിടെ എത്താൻ ഇനി 1/2 മണിക്കൂറില്ലേ? അവൾക്ക് ഞാൻ വിഷം ചാകും. രാധു പറഞ്ഞത് കേട്ട് ആവി പിന്നെ എതിരൊന്നും പറയാതെ എല്ലാവരെയും കൂട്ടി അടുത്തുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് രാധുവിന് വീട്ടിലെത്തുമ്പോൾ ഒരുവിധം കുടുംബങ്ങളും ബന്ധുക്കളും അവിടെ എത്തിയിരുന്നു. എന്താ ഇത്ര വൈകിയത്? ഞങ്ങൾ കുറെ നേരമായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. രാധുവിൻ്റെ അമ്മയും അച്ഛനും അവരെ കണ്ടതും ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഓരോന്ന് ചോദിച്ചു. അമ്മേ, ബാക്കി വിശേഷമൊക്കെ പിന്നെ പറയാം, ഇപ്പൊ പോയി ഭക്ഷണം എടുത്ത് വെക്ക്, എനിക്ക് വിശക്കുന്നു. അമ്മയെ നോക്കി വയറൊഴിഞ്ഞ് രാധു പറഞ്ഞത് കേട്ട് ആവിയും മിത്രയും കുഞ്ഞോട്ടും ഡാനിയും ഞെട്ടിലോടെ അവളെ നോക്കി. എടി, നീയല്ലടി കുറച്ചു മുമ്പ് ഒരു ഫുള്ള് ബിരിയാണിയും മോമോസൊക്കെ കഴിച്ചത്? ആവി രാധുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതൊരു 1/2 മണിക്കൂർ മുമ്പല്ലേ ഏട്ടാ, യാത്ര ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു, നല്ല വിശപ്പ്. രാധു ചുണ്ടു ചുളുക്കിക്കൊണ്ട് പറഞ്ഞതും അവർ അന്തം വിട്ട് അവളെ നോക്കി. അമ്മേ, ഞാൻ ഇവർക്ക് റൂം കാണിച്ചു കൊടുത്തിട്ട് വരാം, അപ്പോഴേക്കും നമുക്ക് കഴിക്കാനെടുത്ത് വെക്കേ. ശരി മക്കളെ, വേഗം ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്ക് കഴിക്കാനത് എടുത്തു വെക്കാം. അയ്യോ വേണ്ട ആൻറ്റി, ഞങ്ങൾ കഴിച്ചിട്ടാ വന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട.
മിത്ര അത് പറഞ്ഞ് ഡാനിയും കുഞ്ഞുട്ടിയും കൂടി രാധുവിന്റെ കൂടെ പോയി. ഡാനിക്കും കുഞ്ഞുട്ടിനും രാധുവിന്റെ റൂമിന്റെ അടുത്തുള്ള റൂം നൽകി. മിത്രയും കൊണ്ട് രാധു അവളുടെ റൂമിലേക്ക് പോയി. എടി, നിനക്ക് എന്റെ റൂം യൂസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വേറെ റൂം തരാം. രാധു മിത്രയുടെ ബാഗ് ടേബിളിലേക്ക് വെച്ച് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. വേണ്ടടി, എനിക്ക് ഈ റൂം തന്നെ മതി. നോ പ്രോബ്ലം. എന്നാ നീ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ കഴിച്ചിട്ട് വരാം. രാധു അതും പറഞ്ഞ് താഴേക്ക് തുള്ളിച്ചോടി പോകാൻ നിന്നതും മിത്ര അവളെ പിടിച്ചു നിർത്തി. രാധു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? തന്നെ സംശയത്തോടെ നോക്കുന്ന രാധുവിനെ നോക്കി മിത്ര ചോദിച്ചതും രാധു അതേന്ന രീതിയിൽ തലയാട്ടി. നീ ശരിക്കും ഹാപ്പിയാണ് രാധു? സൂര്യ നിനക്ക് എന്തെങ്കിലും ഭർത്താവായിട്ട് കാണാൻ പറ്റുമോ? മിത്രയുടെ ചോദ്യം കേട്ടതും രാധുവിന്റെ മുഖം പൊങ്ങി. ഇല്ല, സൂര്യ എന്നെ നല്ലൊരു ഫ്രണ്ട് മാത്രമായിരിക്കും. രാധു മിത്രയെ നോക്കാതെ പറഞ്ഞു. അതിനർത്ഥം നീ ഇപ്പോഴും നിന്റെ മാഷിനെ ആഗ്രഹിക്കുന്നുണ്ടെന്നല്ലേ? ഇത് സത്യോട് ചെയ്യുന്ന തെറ്റല്ലേ? മിത്ര രാധവനെ നോക്കി ഇടുപ്പിൽ കൈകുത്തി നിന്നുകൊണ്ട് ചോദിച്ചു. അല്ല, സത്യക്ക് എല്ലാം അറിയാം. പിന്നെ എന്നെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് ഇനി അതിനകത്ത് പോകില്ല. ഇനി ധ്യാൻ ഗോപാൽ എന്റെ മനസ്സിൽ പോലും ഉണ്ടാകില്ല. രാധു ഉറപ്പോറെ പറയുന്നത് കേട്ട് മിത്രയുടെ ഉള്ളിൽ ആശ്വാസം നിറഞ്ഞു. അതാണ് രാധുസെ നല്ലത്. ഇല്ലെങ്കിൽ നീ തന്നെയായിരിക്കും വേദനിക്കേണ്ടി വരുന്നത്. നീ ഏതായാലും ഫ്രഷ് ആയിട്ട് വാ. കുറച്ച് കഴിഞ്ഞ് രാത്രിയിലേക്കുള്ള പ്രോഗ്രാമിന് ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വരും. നീ ഫ്രഷായി ഇറങ്ങുമ്പോഴേക്ക് ഞാനതിന് കഴിച്ചിട്ട് വരാം. കോട്ടല് കഴിഞ്ഞ് തന്തക്ക് വിളിക്കാൻ തുടങ്ങി. മിത്രയുടെ കവളിൽ പിടിച്ചു വലിച്ച് അതും പറഞ്ഞ് രാധു താഴേക്ക് പോയതും മിത്ര രാധു പോയ വഴിയെ നോക്കി നിശ്വസിച്ച് ഡ്രസ്സും എടുത്ത് ഫ്രഷാകാൻ ബാത്റൂമിലേക്ക് കയറി. ഡെവിയും അപ്പച്ചനും മിന്നുകെട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഡെവിക്ക് ഒരു കാർ അവരെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നിയത്. ആളൊഴിഞ്ഞ് പോക്കറ്റ് റോഡിലേക്ക് വണ്ടി സഞ്ചരിച്ചതും ആ കാറും വേഗത്തിൽ തങ്ങളുടെ പിന്നാലെ വരുന്നത് കണ്ട് ഡേവിഡിന്റെ ഉള്ളിൽ സംശയം ബലപ്പെട്ടു. ഡെവി മിററിൽ കൂടി കാറിനെ നോക്കി ബൈക്കിന്റെ സ്പീഡ് കൂട്ടി. കുറച്ച് കഴിഞ്ഞതും ആൾ പാർക്കുള്ള സ്ഥലമായി തുടങ്ങിയതും ആ കാറ് സൈഡിലൂടെയുള്ള റോഡിലേക്ക് തിരിഞ്ഞത് കണ്ട് ഡേവിഡിന് ആശ്വാസം തിരിഞ്ഞു. എന്നതാടാ, നീ കുറെ നേരമായാലും പിറകിലേക്ക് നോക്കാൻ തുടങ്ങിയിട്ട് എന്നാ പറ്റിയടാ? ഡെവി മിററിലൂടെ പിറകിലേക്ക് നോക്കുന്നത് കണ്ട് ഐസക്ക് സംശയത്തോട് ചോദിച്ചു. അതപ്പേ, കുറെ നേരമായി ഒരു കാറ് നമ്മളെ പിന്തുടരാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് ഇപ്പൊ ഇല്ലല്ലോടാ. ഡേവിഡ് പറഞ്ഞത് കേട്ട് ഐസക്ക് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഡേവിഡിനോട് ചോദിച്ചു. ഇപ്പൊ പോയതാ? അത് നിനക്ക് തോന്നിയതാകും ഡേവി. ഡേവി പറഞ്ഞത് കേട്ട് ഐസക്ക് പറഞ്ഞു. പെട്ടെന്നാണ് ആ കാറ് സൈഡിലൂടെയുള്ള റോഡിലൂടെ സ്പീഡിൽ വന്ന് അവരെ ബൈക്കിനെ തട്ടിത്തെറിപ്പിച്ചത്. വൈകുന്നേരമായപ്പോഴേക്ക് രാധുവിന്റെ വീട് നിറയെ ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഹൽദി ഉള്ളത് കൊണ്ട് എല്ലാവരും ഒരുപോലെയുള്ള കളർ ഡ്രസ്സായിരുന്നു. മഞ്ഞ കളറിലുള്ള ഹെവി വർക്ക് വരുന്ന ലെഹങ്കയാണ് രാധുവിന്റെ വേഷം. കൂടെ അതിലേക്ക് ചേരുന്ന മഞ്ഞയും വെള്ളയും ഫ്ലവർ വരുന്ന മാലയും വളയും നെറ്റിച്ചുട്ടിയും ഒക്കെയായി രാധു കൂടുതൽ സുന്ദരിയായി. യെല്ലോ കളറിലുള്ള സെൽവാറായിരുന്നു മിത്രയുടെ വേഷം. നീളമുള്ള മുടി കോൾ ചെയ്ത് അഴിച്ചിട്ട് കഴുത്തിൽ മിന്നും കാതിൽ ഡ്രസ്സിന് മാച്ചായ വലിയ ഗോൾഡൻ കളർ ജിമിക്കിയും ഇട്ട് വന്നപ്പോൾ രാധുവിന് അവൾ ഒന്നുകൂടെ സുന്ദരിയായിരുന്നു തോന്നി. ചേട്ടത്തി എന്തെവിടെ ഫോണും പിടിച്ച് നിൽക്കുന്നത്? പാർട്ടി തുടങ്ങിയിട്ടും അങ്ങോട്ട് വരാതെ ഒരു സൈഡിലായി ഫോണും പിടിച്ച് നിൽക്കുന്ന മിത്രയുടെ അടുത്തായി വന്നുകൊണ്ട് ഡാനി ചോദിച്ചു. അവന്റെ തോളിൽ തൂങ്ങി കുഞ്ഞുട്ടിനുണ്ട്. ഇച്ചാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. അതാണോ? കുറച്ചു മുമ്പ് ചേട്ടായി എന്നെ വിളിച്ചിരുന്നു. ചേട്ടത്തേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും പറഞ്ഞു. അവരപ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇനി വീട്ടിലെത്തിട്ട് ഫ്രീ ആയിട്ട് വിളിക്കാമെന്നും പറഞ്ഞു. ഡാനി മിത്ര പറഞ്ഞത് കേട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. എന്നാലും ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നത്? മിത്ര തന്റെ ഉള്ളിലുള്ള സംശയം അവരോട് ചോദിച്ചു. ചിലപ്പോൾ ഫോണിൽ ചാർജ് കഴിഞ്ഞിട്ടാവും ചേട്ടത്തി. മിത്ര പറഞ്ഞത് കേട്ട് കുഞ്ഞുട്ടൻ പറഞ്ഞു. അങ്ങനെ വല്ലതാകും. ചേട്ടത്തിക്ക് വന്നേ, അവിടെ പ്രോഗ്രാം തുടങ്ങി. രാധുജി ചേട്ടത്തെ വിളിക്കുന്നുണ്ട്. അതും പറഞ്ഞ് ഇരുവരും മിത്രയും കൊണ്ട് രാധുവിന്റെ അടുത്തേക്ക് നടന്നു. എല്ലാവരും മഞ്ഞൾ തേച്ച് മുന്നിലിരിക്കുന്ന പലഹാരങ്ങൾ രാധുവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തതും സന്തോഷത്തോടെ രാധു എല്ലാം കിട്ടിയതും മതിയാകാത്തതുപോലെ എല്ലാം കഴിച്ചു. അവളുടെ കട്ടായം കണ്ട് എല്ലാവരും അവൾ അത്ഭുത ജീവിയെ കണക്ക് നോക്കിയതും രാധു എല്ലാവരെയും നോക്കി പറക്കം തളകിലും ബാസന്തിച്ചിരി എല്ലാവർക്കും നൽകി. എന്നിട്ട് വീണ്ടും മുന്നിലെ പ്ലേറ്റിലുള്ള പലഹാരങ്ങൾ എടുത്ത് വായിലേക്ക് ഇട്ടു. ഫോട്ടോ എടുപ്പും ഡാൻസും പാട്ടും മേളവും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം ഒത്തിരിയായിരുന്നു. എല്ലാവരും കിടക്കാൻ പോയതും രാധു ഒരു വിധത്തിൽ ലെഹങ്കയെ പൊക്കി പിടിച്ച് റൂമിലേക്ക് പോയി. എടി മിത്രേ, ഇറങ്ങാനായില്ലേ? രാധു മിത്രയാണ് ബാത്റൂമിലൊന്ന് മനസ്സിലായതും ബാത്റൂം ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ചോദിച്ചു. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ, നീ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേ. ആ ശരിയടി, വേഗം ഇറങ്ങാൻ നോക്കണേ, എനിക്ക് കോപ്പ് വലിച്ചു ചുറ്റി ഭ്രാന്ത് പിടിക്കുന്നു. മിത്ര ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും രാധു ദുപ്പട്ട വലിച്ചു മാറ്റി തറയിലേക്ക് എറിഞ്ഞു. രാധു അതും പറഞ്ഞ് മിററിന് മുന്നിൽ പോയി നിന്ന് കയ്യിലും കഴുത്തിലും കാതിലും ഉള്ളതെല്ലാം അടിച്ചു മാറ്റി മുടി അഴിച്ച് വൃത്തിയിൽ ചീകി ഉച്ചിയിൽ കെട്ടിവെച്ചു.
ലെഹങ്ക സ്കാർട്ടിന്റെ സ്റ്റാൻഡിലേക്ക് ഇട്ട് ബെഡിലേക്ക് കിടന്നു. ഓ, ആശ്വാസം. ഇട്ടിരുന്ന പാന്റിന്റെ കാലത്തിൽ വലിച്ച് മുകളിലേക്കാക്കി രാധ സ്വയം പറഞ്ഞ് കണ്ണുകളടിച്ച് കിടന്നു. നാശം പിടിക്കാൻ ആരെ ഈ സമയത്തൊക്കെ വിളിക്കുന്നത്? ഇവർക്കൊന്നും ഉറക്കില്ലേ പോണ്ടാരം. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടതും ഒരു ഈർഷ്യയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിലേക്ക് നടന്നു. ഇവനെന്ത് ഈ നേരത്ത്? ഫോൺ സ്ക്രീൻ എടുത്തും സ്ക്രീനിൽ സത്യയുടെ പേര് കണ്ട് രാധു സംശയത്തിൽ സ്വയം പറഞ്ഞ് കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ രാധു, ഉറങ്ങിയോ താൻ? കോളെടുത്ത പാടെ സത്യ ചോദിച്ചു. ഏയ് ഇല്ല. ആ, എന്തായി പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഒക്കെ കഴിഞ്ഞിപ്പോൾ റൂമിലേക്ക് വന്നതേ ഉള്ളൂ. അവിടെ എന്തായി? ഇവിടെ വന്ന ഗസ്റ്റൊക്കെ പോയി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കൂടെ നിൽക്കുമ്പോഴാണ് തന്നെ ഓർമ്മ വന്നത്. ഇപ്പം ഏകദേശം എല്ലാം ഒതുങ്ങിയിട്ടുണ്ടോന്ന് കരുതിയാ വിളിച്ചേ. കഴിച്ചോ താൻ? ആ, ഫ്രണ്ട്സിന്റെ കൂടെ കമ്പനിക്ക് പോയിരുന്ന് കഴിച്ചു. ഇല്ലെങ്കിൽ ഇത് കഴിപ്പ് നടക്കില്ല. സത്യ ചിരിയോടെ പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് രാധവും ചിരിച്ചു. ക്ഷീണിച്ചു താൻ? ക്ഷീണിച്ചു വന്നു. കഴിക്കാൻ കിട്ടിയതിന് മാത്രം ഇത്രയും നേരം പിടിച്ചു നിന്നത്. രാധു പറഞ്ഞത് കേട്ട് സത്യ പൊട്ടി വന്ന് ചിരി അടക്കി. എന്നാ താൻ കിടന്നോ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആ, ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഗുഡ് നൈറ്റ്. സത്യ ഫോൺ വെച്ചതും രാധു വീണ്ടും ബെഡിലേക്ക് പോയി കിടക്കാൻ തുടങ്ങുമ്പോഴാണ് മിത്ര ഫ്രഷായി തലയും തുറച്ച് ഇറങ്ങി വന്നത്. നീ പോയി കിടക്കാതെ പോയി കുളിക്കടി. രാധു ബെഡിലേക്ക് കിടക്കാൻ ആഞ്ഞത് കണ്ട് മിത്ര കയ്യിലുള്ള ടവൽ രാധുവിന് നേരെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. രാധു ടവൽ ക്യാച്ച് പിടിച്ച് മിത്രയ്ക്ക് ഒരു ഫ്ലൈയിങ് കിസും കൊടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. രാധു പോയതും മിത്ര ഫോൺ എടുത്ത് വന്ന് ബെഡിൽ നിന്ന് വീണ്ടും ഡേവിഡിന്റെ നമ്പർ ഡയൽ ചെയ്തതും സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ എന്തെന്നില്ലാതെ നിറഞ്ഞു. ഒപ്പം അകാരണമായൊരു ഭയം അവളിൽ വന്ന് നിറഞ്ഞു.